ഒരിക്കൽ കൂടി കമലിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ നിന്ന് കമൽ, അവസാനത്തെ ശതമാനം എന്ന് പറയുന്നത് 63.59 പ്രതീക്ഷിത തരത്തിലേക്ക് പോളിംഗ് എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും മുന്നണികളുടെ പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? 3.5 എന്നത് ഒരുപക്ഷെ അവസാന കണക്ക് വരുമ്പോൾ 65-ന് മുകളിലേക്ക് പോകാം. പക്ഷേ കഴിഞ്ഞ തവണ 73% പോളിംഗ്. 14,70,000 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത്. അത് 10 ലക്ഷം വോട്ട് പോലും ഇതുവരെ ഈ തവണ ചെയ്യാനായിട്ടില്ല. 10 ലക്ഷത്തിൽ താഴെ വോട്ടർമാർ മാത്രമാണ് വോട്ട് ചെയ്യാൻ എത്തിയത് ഇപ്പോൾ ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ വലിയൊരു കുറവാണ് ഉണ്ടായിരിക്കുന്നത്. UDF അവകാശപ്പെട്ടതുപോലെ 5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഒക്കെ അവകാശപ്പെട്ടത് 70% മുകളിലെങ്കിലും പോളിംഗ് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു. എന്തായാലും UDF ക്യാമ്പിൽ നിന്ന് പ്രതികരണം ലഭ്യമായിട്ടില്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഒരു അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകരെ കണ്ടേക്കും. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ ലഭ്യമാകാൻ സാധ്യതയുണ്ട്. UDF ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു പരിശോധനയൊക്കെ നടത്തിയ ശേഷമായിരിക്കും ഒരുപക്ഷെ പ്രതികരിക്കുക. LDF നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണ് വയനാട്ടിലെ വോട്ടർമാർക്ക് മേൽ. അങ്ങനെ ഒരു പ്രചരണമാണ് LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരുപക്ഷെ അത് പറഞ്ഞു തന്നെയാകും ഇടതുമുന്നണി ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ കുറിച്ചുള്ള ഇടതുമുന്നണിയുടെ ഒരു പ്രതികരണം അത്തരത്തിലാകാനാണ് സാധ്യത. കാരണം അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിനോട് വോട്ടർമാർ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വയനാട്ടിലെ ഒരു പോളിംഗ് ശതമാനം ഇത്രയധികം പ്രതീക്ഷിത തലത്തിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണത്തിലും ഇത്രയധികം 10% വ്യത്യാസം വരികയാണ്. അപ്പോൾ അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് LDF ഇതുമായി ബന്ധപ്പെട്ട് LDFന് പറയാനുള്ളത്? ഉടൻ തന്നെ സത്യൻ മൊകേരിയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.